ഹലോ ഗൈസ്, വെൽക്കം ടു ഷോ വൺമീൻ. സോ ഈ ഒരു ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് നിലയിൽ ഞങ്ങളുടെ ഓഡിയൻസിന് ഒരു ബേസിക് ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ദ ബേസിക് പ്രിമിസ് ഓഫ് ദ ചാനൽ ഇസ് നിങ്ങളുടെ കുറച്ച് സെമിനാർ പ്ലസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ കുറച്ച് കാര്യങ്ങൾ ഒരു ലാർജർ ഓഡിയൻസിനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്ന നിലയിൽ ഞങ്ങൾ കൊണ്ടുവരിക്കുന്നത് 3 റിയൽ ഗോസ്റ്റ് എൻകൗണ്ടേഴ്സ് ആണ്. അതായത് ഞങ്ങളുടെ പല ഫ്രണ്ട്സിനും പല ഫാമിലി മെമ്പേഴ്സിനെയും ഉണ്ടായ ചില അനുഭവങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഫസ്റ്റ് എപ്പിസോഡിൽ പറയാൻ പോകുന്നത് 3 സ്റ്റോറി. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റോറി ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് ഈ സംഭവം ഈ സ്റ്റോറി നടക്കുന്നത് ഞാനൊരു 4ൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ എനിക്കന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ പേര് ഇവിടെ ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് നല്ല ഞങ്ങൾ ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പം ഇവൻ പറഞ്ഞ സ്റ്റോറി എന്ന് വെച്ചാൽ, ഓണ പരീക്ഷ കഴിഞ്ഞ സമയത്ത്, വെക്കേഷൻ സമയത്ത് ഈ രാത്രി എല്ലാവർക്കും ഒരു സന്തോഷം, എല്ലാവരും ഒബ്വിയസ്ലി ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും, കാരണം പരീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയമായപ്പം ഇവൻ രാത്രി 9 മണിക്ക് ടി വിയിലന്ന് സൂര്യ ടി വിയിൽ CID മൂസ സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ CID മൂസ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ വീട്ടിലെല്ലാവർക്കും പറഞ്ഞു, അതായത് ഞാൻ ഈ സിനിമ തീർന്നിട്ടേ കിടന്ന് ഉറങ്ങുന്നുള്ളൂ, അങ്ങനെ വാശി പിടിച്ചിട്ട് ഇവൻ രാത്രി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം സിനിമ ഒരു 11 മണിയൊക്കെ ആയപ്പം ഏകദേശം തീരാറായി. പിന്നീട് സിനിമ പൂർണ്ണമായി തീർന്നത് ഒരു 11:35 ടൈമൊക്കെ ആയപ്പോഴാണ് സിനിമ തീർന്നത്. അപ്പം ഇവന് ഈ 11 മണിയുടെ ഒരു സമയമൊക്കെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കണ്ടൊരു സാരി എന്ന് വെച്ചാൽ, കിച്ചണിലെ ലൈറ്റ് തന്നെ ഓണായി. അപ്പം ഇവന് സിനിമയിൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്ന സമയത്ത് ഇവന് പെട്ടെന്നൊരു സെക്കൻഡ് തോട്ടായിട്ടൊന്നും വന്നില്ല. കാരണം എങ്ങനെ ഒരു പെട്ടെന്നൊരു ലൈറ്റാണ്. ഇപ്പം ഒരു പ്രാവശ്യം അവൻ ചിന്തിച്ചാണ് അച്ഛനോ അമ്മയോ ആരെങ്കിലും കിച്ചണിലൊന്ന് പോയതായിരിക്കുമെന്ന്. പക്ഷെ എന്നിരുന്നാലും ഇവന് സിനിമ തീരുന്നവരെ മനസ്സിൽ ഈ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അതായത് എന്തുകൊണ്ടായിരിക്കും ഈ ലൈറ്റ് ഇങ്ങനെ ഓണായതെന്ന്. പക്ഷേ ഇവൻ കയറി നോക്കിയില്ല. അങ്ങനെ സിനിമ തീർന്ന് ഇവൻ ടി വിയൊക്കെ ഓഫാക്കി കിച്ചണിൽ അങ്ങനെ കയറി നോക്കിയപ്പം ഇവൻ ശ്രദ്ധിച്ചായിരുന്നു വെച്ചാൽ, ഇവൻ്റെ അച്ഛനും ആരും അങ്ങനെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടില്ല. പക്ഷേ കിച്ചണിൽ ലൈറ്റ് സ്റ്റിൽ ഇട്ടിട്ട് പോയി. അതായത് അച്ഛനും അമ്മയാണെങ്കിൽ കിച്ചണിൽ ഇറങ്ങുവാണെങ്കിൽ എന്തായാലും ഓബിയസ്ലി രാത്രി ആകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യേണ്ടതല്ലേ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലൈറ്റ് ആരൊന്നും ഓഫൊന്നും ചെയ്തില്ല. അപ്പം ഇവന് അപ്പം തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഇതെന്തോ ലൈറ്റ് ഓഫ് ചെയ്ത് പോയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവൻ സെക്കൻഡ് ഫ്ലോറിൽ അച്ഛനും അമ്മയുടെ റൂമിൽ കയറി ചോദിച്ചു, അതായത് പപ്പയും അമ്മ ആരെങ്കിലും താഴെ കിച്ചണിൽ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വന്നിട്ട് താഴെ കിച്ചണിൽ വന്നായിരുന്നോ ഇങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞു, ഇല്ല, ഞങ്ങളാരും വന്നില്ല. അപ്പം ഇവൻ്റെ അപ്പോഴത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ, ഇതിപ്പം അച്ഛനും അമ്മ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും. ഇവൻ്റെ താഴെ ചേച്ചി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഇവന് ഫുള്ളും ഒരു ഡൗട്ട്, അതായത് ഇനി കള്ളന്മാരും എല്ലാം ആണെങ്കിൽ. അപ്പം ഇവൻ്റെ അച്ഛൻ പോലീസ് ആയതുകൊണ്ട് ഓബിയസ്ലി പറഞ്ഞു, അതായത് ഞാനൊരു പോലീസല്ലേ, എൻ്റെ പോലീസിൻ്റെ വീട്ടിൽ എങ്ങനെ ഒരു കള്ളം വരുന്നത്, അങ്ങനെ അത്ര ധൈര്യമുള്ള കള്ളം ഈ നാട്ടിലൊന്നും കാണത്തില്ല എന്നങ്ങനെ വെറുതെ തമാശിച്ച് തള്ളിക്കളഞ്ഞേ. പിന്നീട് ഇവൻ താഴെ ഇങ്ങനെ പോയി നോക്കിയപ്പം പിന്നീട് ഇവൻ ഓഫ് ചെയ്ത് കഴിച്ച് പിന്നെ ഓണായി. പെട്ടെന്ന് കിച്ചണിലുള്ള ഈ പാത്രങ്ങൾ, സ്റ്റീല് പാത്രമൊക്കെ തറയിൽ വന്ന് വീഴുന്നൊരു ശബ്ദം. ഇപ്പം ഇവൻ ആളാകെ അങ്ങ് ഇതോടെ ഇവൻ ഭയങ്കരമായിട്ടൊന്ന് പേടിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇവൻ്റെ അച്ഛനും അമ്മേനെ വിളിച്ച്, ചേച്ചിനെ വിളിച്ച്, എല്ലാവരെയും കൊണ്ട് വിളിച്ചു. കാരണം ഇവൻ ഇത്ര നാൾ വിചാരിച്ച് ഇത്ര കുറച്ച് മുമ്പേ നടന്ന കാര്യങ്ങളല്ലേ ഇവന് തോന്നലാന്നാണ് ഇവൻ വിചാരിച്ചത്. അതായത് ജസ്റ്റ് ആരെങ്കിലും ലൈറ്റ് ഓണാക്കിയിട്ട് മറന്നുപോയായിരിക്കും. അങ്ങനെ ഇവൻ്റെ അച്ഛനും പറഞ്ഞു, അതായത് കള്ളന്മാരും ആയിരിക്കത്തില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇട്ട് മറന്നായിരിക്കും. പക്ഷേ ഇതോടെ ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം രണ്ടാമത്തെ പ്രാവശ്യം സെയിം സാധനം നടന്നു. അവൻ്റെ അച്ഛനും അമ്മയെ വിളിച്ച് കാണിച്ചപ്പം അവർക്കും ആർക്കും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നീട് ഈ സ്റ്റോറിയെ പറ്റി പറയുന്നത് പിറ്റേന്ന് അടുത്ത ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞത്. എടാ, എനിക്കിതുപോലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു. അപ്പോൾ ഇതുപോലെ പാർട്ട് ടൈമായിട്ട് ഡെലിവറിക്കൊക്കെ പോകുമായിരുന്നു. അത് തന്നെ, ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം അവൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് ആയൂർ റീജിയനിലാണ് കിട്ടിയത് സ്ഥലം, ഈ ഡെലിവറിക്ക് പോകാൻ വേണ്ടി. അപ്പം അന്നൊക്കെ അവൻ രണ്ടാമത്തെ ഓർഡറാണെന്ന് തോന്നുന്നു പറയുന്നത്. ഫുൾ കമ്മിറ്റ്മെൻറ്റോടൊക്കെയാണ്. അപ്പം മൂന്നാമത്തെ ഓർഡറാണെന്ന് തോന്നുന്നത്. അവർ കുറച്ച് ഈവനിങ് ടൈമിലാണ് കിട്ടിയത്. ആയൂർ മെയിൻ സ്ഥലത്തല്ല, കുറച്ച് ഉള്ളിലോട്ടാണ് സ്ഥലം. അധികം ഉള്ളില്ല, എന്നാലും കുറച്ച് ഉള്ളിലേക്ക്. അപ്പം എന്തായാലും അവൻ സ്ഥലത്തേക്ക് പോയി. ഈവനിങ് ആയി സ്ഥലത്തേക്ക് പോയപ്പം ഓർഡർ കിട്ടിയ സ്ഥലത്തേക്ക് പോയിച്ചപ്പം അവൻ ആദ്യം എത്തി കാണുന്ന വീടാണ്. വീട്ടിൽ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീടെന്ന് പറയുമ്പം നമ്മൾ ആൾക്കാർ താമസിക്കുന്ന പോലത്തെ വീടല്ല, കുറച്ച് അതുപോലെ തന്നെ ഫുള്ള് കരിയില പിടിച്ചും, അതുപോലെ തന്നെ മതിലൊക്കെ നോക്കി പായലും, അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് അവന് തോന്നി. അത് തന്നെ. അപ്പം അല്ല, അത്രയ്ക്ക് അല്ല, ഒരു 6 മണി 7 മണി റേഞ്ച് എന്നാണെന്ന് തോന്നിട്ട് അറിഞ്ഞു. ഈവനിങ്ങിന്നേ പറഞ്ഞുള്ളൂ.
അപ്പം ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ആരും ഇല്ലെന്ന് കരുതി ഓർഡർ അവിടെ വെച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരാൻ നേരത്ത് ഇവൻ കണ്ണാടി ഞാൻ പറഞ്ഞില്ലേ സൈഡൊക്കെ പൊട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിലൂടെ ഒരു മർമറിങ് പോലത്തെ എന്തോ സൗണ്ട് കേട്ടു. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം നമ്മൾ ഒരു സോഫ തിരിച്ചിട്ടേക്കാണ്. സോഫയിൽ നിന്ന് ഒരു കുറച്ച് വയസ്സായ ഒരു സ്ത്രീ ടി വി ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ഒച്ച കേട്ടു ഒരു മർമറിങ് സൗണ്ട്, ടി വിയുടെ നിന്ന് കേൾക്കുന്ന സൗണ്ട്, അതുപോലെ ഒരു മർമറിങ് സൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ടി വിയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവൻ ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാൻ തിരിഞ്ഞതും വലിയൊരു ശബ്ദം കേട്ടു. സാധാരണ വലിയൊരു ശബ്ദം, സ്ലാബ് വീഴുന്ന എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. അതുപോലെ ഭയങ്കര ഒരു ശബ്ദം കേട്ടു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് അതെ ഓടിട്ട വീടാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയതും ആ ശബ്ദം എന്താ നോക്കിയിട്ട് തിരിച്ച് ആ ഒരു നിന്ന ജനലിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ ഇവൻ ആ സ്ഥലം കണ്ടില്ല, ആകെ ഒരുമാതിരി കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലം, ശബ്ദം കേട്ട് തിരിച്ച് നോക്കിയപ്പോൾ ആരെയും കണ്ടതുമില്ല. ഇവൻ ആകെ ഒരു ഒരു ഭയങ്കര ഒരു പേടിയല്ല, എന്തൊരു ഭയങ്കരമായിട്ടൊരു സിറ്റുവേഷനിൽ പെട്ടു. അപ്പോൾ അവൻ എന്തായാലും അവിടുന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു വന്നിട്ട് ഇവൻ്റെ ഡെലിവറി ചെയ്യുന്ന വേറൊരു ഫ്രണ്ടുണ്ട് ആ റീജിയൻ തന്നെ ഓടുന്നത്. ഇപ്പോൾ ഓടുന്നതല്ല, നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെ റിപ്ലേസ് ചെയ്താണ് ഇവൻ വന്നത്. അപ്പോൾ അവനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത്. അപ്പോൾ അവൻ പറഞ്ഞു അവനും ഉറപ്പില്ല, അവനൊരു വീടുള്ള കാര്യമുണ്ട്, പക്ഷേ അവിടെ നേരത്തെ റെൻറ്റിന് കുറച്ച് പിള്ളേർ താമസിച്ച് മാത്രമേ അവനെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ എന്തോ സംഭവിച്ച് ആ പിള്ളേരൊക്കെ പോയി, അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ടൈം ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ അവ ഇത് പറഞ്ഞു. അപ്പോൾ ഇവൻ ആകെ ഒരു കൺഫ്യൂസ് ആയി. കാരണം ഇവൻ ഫ്രണ്ടിൽ കണ്ടതല്ലേ, ജനലിൽ കൂടെ കണ്ടതാണ് ഒരു സ്ത്രീ തിരിഞ്ഞിരിക്കുന്നത്, ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം ഇവൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം സൈഡിലൊക്കെ അവിടെ അടുത്ത് വീടൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊരു 500 മീറ്റർ 600 മീറ്റർ മാറ്റി ഒരു വീടുണ്ട്. അവരോട് ഇങ്ങനെ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതേ സെയിം ഇത് തന്നെയാണ്. അതായത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പിള്ളേർ അവിടെ താമസിച്ചിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ച് അവരവിടെ വെക്കേറ്റ് ചെയ്ത് പോയതാണ്, പിന്നെ ആരും അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. 2 വർഷം മുമ്പേ നടന്ന സംഭവത്തിന് ശേഷം അവിടെ ആരും താമസിച്ചില്ല. ഇവന് ഭയങ്കര ഒരു ഇതായി. ഇവ എപ്പോൾ കാണുമ്പോൾ ഇത് എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതിൽ പിന്നെ അത് സ്ലാബ് മിക്കവാറും ഓട് വല്ലതും ഇളകി വീണ് എന്തെങ്കിലും ആയിരിക്കും, അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഇതിപ്പോൾ എപ്പോഴും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അതിന് ലൈഫിൽ എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എന്നോട് പറയാറുണ്ട്. അതിനുശേഷം പിന്നെ ഈ ഡെലിവറി അതിന് ഒന്ന് പോയിട്ട് പോലും തീരുമാനിച്ചു. പക്ഷേ ഇത് എപ്പോൾ കണ്ടാലും അവൻ എന്നോട് പറയുന്നതാണ്. ഈ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവരെൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. കോളേജ് ക്ലാസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നേരെ കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാനായിട്ട് പോയതാണ്, 1 വർഷത്തേക്ക്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് ആദ്യം ഒരു വാടക വീട് അന്വേഷിച്ചിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ അവർക്കൊരു പഴയൊരു വീട് കിട്ടി. പഴയ വീടെന്ന് വെച്ചാൽ ആദ്യമേ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ ഇവരുടെ ക്യാഷ് ഡീലിങ്സിനൊക്കെ ഈ വീടിൻ്റെ അടുത്തേക്ക് വരത്ത് പോലും ഇല്ല, അടുത്തേക്ക് പോലും വരത്തില്ല. ഈ ഡീലിങ്സ് എല്ലാം പുറത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴേ ഇവർക്ക് മനസ്സിലൊരു ഡൗട്ട് അടിച്ചതാണ്, എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു ഓണർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലൊക്കെ വരുമല്ലോ. അപ്പോൾ ആദ്യമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ മറ്റൊരു സ്ഥലത്തൊക്കെ വെച്ച് ഇങ്ങനെ അവരെ മീറ്റ് ചെയ്യുന്നതും വീട്ടിൽ വന്ന് ഒരിക്കലും കാണാത്തതും ഇതൊക്കെ ആയപ്പോൾ ഇവർക്ക് ആദ്യമേ ഒരു ചെറിയ ഡൗട്ട് അടിച്ചെങ്കിലും അവർ അത് കാര്യമാക്കിയില്ല. പിന്നെ അവരിങ്ങനെ താമസം തുടങ്ങി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, നോർമലായിട്ട് പോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചില കാര്യങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. അവരുടെ മൈൻഡിനെ വെച്ച് പ്ലേ ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പം എൻ്റെ അഭിനന്ദൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുക. അവൻ എന്തോ വെച്ച് മറന്ന് വീണ്ടും അകത്ത് കയറി വന്നപ്പോൾ അവൻ ഓഫാക്കിയ സ്വിച്ച് വീണ്ടും ഓണായി കിടക്കുന്നു. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ ആ കൂട്ടത്തിലുള്ള 3 പേരിൽ ഉള്ള വേറൊരു കൂട്ടുകാരൻ തന്നെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ആരോ പയ്യെ സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക.
അങ്ങനെ പല അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഇതേപോലെ തന്നെ അവർ ഒരു ദിവസം ഇങ്ങനെ വെക്കേഷന് വേണ്ടി റൂം വെക്കേറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്, എൻ്റെ ആ 3 കൂട്ടുകാരുടെ ഒരു ഫ്രണ്ട് എന്തോ ആവശ്യത്തിന് കോട്ടയത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ അവന് സ്റ്റേ ചെയ്യാൻ ഒരു വീട് വേണമായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ച് എൻ്റെ ഈ 3 ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ കീ കൊടുത്തു. പക്ഷേ ഇവർ ഈ സ്റ്റോറീസ് ഒന്നും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. ആ സ്റ്റോറീസ് ഒന്നും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല, അവനെ അറിയിച്ചതുമില്ല. അവൻ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അവൻ ഇതൊന്നും അറിയാതെയാണ് വന്നത്. അപ്പോൾ കോട്ടയത്ത് വന്ന് ഈ വീട്ടിൽ കയറി സ്റ്റേ ചെയ്തു. അവന് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 7-7:30 ആയപ്പോഴായിരിക്കും അവിടെ എത്തി. ഒരു പാതിരാത്രി 12 മണി കഴിയുന്ന ഒരു സമയത്ത് അവനാണെങ്കിൽ തൊട്ടടുത്ത മുറിയിൽ നിന്നും ശ്വാസം എടുക്കുന്നതും വിടുന്നതുമായിട്ടുള്ള സൗണ്ട്, ശ്വസിക്കുന്ന ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. അത് അവനെ ആകെ ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമായിരുന്നു. അവന് പിന്നെ രാത്രി എങ്ങും പോകാനില്ലാത്തത് കൊണ്ട് അവൻ പേടിച്ചിട്ടായാലും അവിടെ തന്നെ കിടന്നുറങ്ങി. ഉറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, ഉറങ്ങിയോ നമുക്കറിയത്തുമില്ല. അപ്പോൾ അവൻ പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ 4 മണിക്ക് തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് അവന് അത്രയും നേരത്തെ ഇറങ്ങി പോകേണ്ട കാര്യമില്ല. അവൻ പേടിച്ചിട്ട് അത്രയും നേരത്തെ വെളുപ്പം കാലത്ത് ഇറങ്ങി. ഇരുട്ടാണ്, നൈറ്റ് തന്നെയാണ്. എന്നിട്ടും അവൻ അവിടുന്ന് പോയി. അപ്പം ആ ഒരു വീടിനെ ചുറ്റിപ്പറ്റി അങ്ങനത്തെ നിഗൂഢതകളൊക്കെ ഉണ്ട്. എന്തുവാണെന്ന് ഇതൊരിക്കലും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ്. വീട് അവിടെ ഉണ്ട്. ഇപ്പം ഇപ്പോഴും ആൾക്കാരത് റെൻറ്റിന് എടുക്കുന്നുണ്ട്. ഇതിനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ളൊരു പാരനോർമൽ കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു നോൺ ഫിസിക്കൽ റിയാലിറ്റി, ഇങ്ങനെ നമ്മുടെ ഒരു റിയാലിറ്റി, അതായത് ഫിസിക്കൽ തിങ്സോട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചൊരു ബുക്കാണ്, അതായത് ഒരു ഫാദർ വിൻസെൻ്റ് ലാംബർട്ട് എന്നൊരു പ്രീസ്റ്റ്, ഒരു എക്സോസിസ്റ്റ് എഴുതിയൊരു ബുക്കാണ്. അപ്പം ഈ ഒരു അച്ഛൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നിങ്ങനെ പറയും, അതായത് അവരുടെ വീട്ടിൽ ഇത് കണക്കെന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നൊക്കെ അവർ പറയും. അങ്ങനെ അപ്പം ഈ അച്ഛൻ നോക്കിയപ്പോൾ, അതായത് അച്ഛന് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഡെമോണിക് ഇൻഫെസ്റ്റേഷൻ അല്ല, അതായത് ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു ലർക്കിങ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ ഈ അച്ഛൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഹ്യൂമൻ സ്പിരിറ്റ്സ് നമ്മൾ മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതായത് അങ്ങനെ പിന്നീട് ഈ അച്ഛൻ്റെ സ്വയമേയുള്ള കുറച്ച് കണ്ടെടുത്തിട്ട് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വീട് കെട്ടിയിരുന്ന സ്ഥലത്ത് മുമ്പ് ഒരു ബാണുണ്ടായിരുന്നു. ആ ബാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ഈ വൈക്കോലും കാര്യങ്ങൾ കുതിരയൊക്കെ താമസിക്കുന്ന സ്ഥലം. അപ്പം ആ ഒരു സ്ഥലത്ത്, അതായത് അവിടെ പണ്ട് ഒരാൾ 4 പേരെ കൊലപാതകം ചെയ്ത ഒരു സീരിയൽ കില്ലർ 4 പേരെ ഇങ്ങനെ കൊന്നകൊള്ളേ. അപ്പം അവരെ 4 പേരെ അവിടെ കൊന്നിട്ടത്. അപ്പം ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ ഈ ബാണങ്ങ് പൊളിച്ചിട്ട് ആ സ്ഥലം റിയൽ എസ്റ്റേറ്റിനൊക്കെ വിറ്റുപോയി. അപ്പോൾ ഇത് പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാണിലെ ഈ 4 ആത്മാക്കൾ അവർ ഭയങ്കര അസ്വസ്ഥരായിട്ടുള്ള ഒരു ആത്മാക്കൾ. കാരണം ഒരിക്കലും ഒരു നാച്ചുറൽ ഡെത്തല്ല അവർ മരിച്ചത്. അതായത് അവർക്ക് എന്തായാലും ഒരു പെയിൻ എന്തെങ്കിലുമൊക്കെ കാണും. അതായത് ഈ ഒരു ഫാദർ മനസ്സിലാക്കി തരുന്നത് വെച്ചാൽ ഈ 4 ഈവിൾ സ്പിരിറ്റ്സ് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള, അതായത് നമ്മൾ മരിച്ചുപോയ ആൾക്കാർ ഒരു ടൈം ലൂപ്പിലകത്ത് പെട്ട് കിടക്കുന്ന പോലെ, അതായത് അവർക്ക് റിയലൈസ് ചെയ്യുന്നില്ല അവർ മരിച്ചുപോയി എന്നുള്ളത്. അവർ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഹെൽപ്പിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടു.